നിതിൻ കണിച്ചേരി, ഇവിടെ ഇപ്പോൾ നിങ്ങളും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കാര്യമായ വോട്ട് വർധന ഉണ്ടാവാതിരുന്നെന്ന് കാര്യമായി തന്നെ പഠിക്കുന്നുണ്ടല്ലോ. സ്വാഭാവികമായും പാർട്ടിക്കകത്ത് വിമർശനങ്ങളൊക്കെ ഉണ്ടാകും. ഒരുപക്ഷെ സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റിയൊക്കെയുള്ള വിമർശനങ്ങൾ ഉണ്ടാകും. അതൊരു പക്ഷേ പുറത്തേക്ക് വന്നു വരില്ല. ബി ജെ പിയിൽ അവർ അത് പരസ്യമായി പുറത്തു പറയുന്നു എന്നതിനപ്പുറം ആ പൊട്ടിത്തെറി നിങ്ങൾ കാണുന്നുണ്ടോ ശ്രീ നിതിൻ കണിച്ചേരി? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഓരോ തിരഞ്ഞെടുപ്പും ഞങ്ങളെ സംബന്ധിച്ചൊരു രാഷ്ട്രീയ സമരമാണ്. ആ തിരഞ്ഞെടുപ്പിലെ അനുഭവങ്ങൾ ഞങ്ങൾ തീർച്ചയായും ശരിയായി തന്നെ വിലയിരുത്തും. ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ നന്നായി എങ്ങനെയാണ് ഞങ്ങൾ പ്രവർത്തിക്കേണ്ടത്, കൂടുതൽ നന്നായി ഞങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ പ്രചരണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്യണം, ഇതെല്ലാം തീർച്ചയായും പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് ഞങ്ങൾക്കൊരു അനുഭവം തന്നെയാണ്. ആ അനുഭവത്തെ ഞങ്ങൾ അതേ രൂപത്തിൽ തന്നെ വിലമതിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബി ജെ പിക്കകത്ത് നമ്മൾ മറ്റൊരു പാർട്ടിയിലുണ്ടായ ആഭ്യന്തര കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും നമ്മൾ അഭിപ്രായം പറയുന്നൊരു ശരിയല്ല എന്ന ബോധ്യത്തിൽ തന്നെ നിന്നുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ പാലക്കാട്ടെ ബി ജെ പിയിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ അഭിപ്രായങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും തുടക്കം മുതൽ പാലക്കാട്ടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇവിടെ ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ രൂപം നിന്നിരുന്നു. ബി ജെ പിയുടെ ആദ്യ യോഗങ്ങളെല്ലാം ഇവിടെ നടക്കുന്ന സമയത്ത് അതിൽ കൗൺസിലർമാരെല്ലാം വിട്ടുനിൽക്കുന്ന സ്ഥിതിയുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട പല നേതാക്കളും പ്രചരണ രംഗത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ രഹസ്യമായിട്ടാണെങ്കിലും ഒക്കെ പ്രകടിപ്പിക്കുന്ന സ്ഥിതിയെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ രാഷ്ട്രീയമായിട്ട് നമ്മളൊരു കാര്യം കാണേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നം, ഇന്ന് ബി ജെ പിയുടെ ദേശീയ നിർവാഹക സമിതി അംഗവും ബി ജെ പിക്ക് ഏറ്റവും ദുർബലമായി ബി ജെ പി ഉണ്ടായിരുന്ന ഒരു കാലത്ത്, അല്ലെങ്കിൽ ബി ജെ പി ആയി രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ആ സംഘപരിവാർ രാഷ്ട്രീയത്തോടൊപ്പം നിന്ന് ബി ജെ പിക്കൊന്നും പാലക്കാട് നഗരത്തിൽ ഒന്നോ രണ്ടോ ആളുകൾ മാത്രമായി നടക്കുന്ന സമയത്ത് ബി ജെ പി നേതാവായി അല്ലെങ്കിൽ പ്രവർത്തനം സംഘടിപ്പിച്ചു വന്ന ആളാണ് ശിവരാജൻ പോലെയുള്ള ശ്രീ ശിവരാജനെ പോലെയുള്ള ആളുകൾ. അദ്ദേഹം ഇന്ന് നടത്തിയിട്ടുള്ള ആരോപണം ഒരു ചെറിയ ആരോപണമല്ല. പാലക്കാട്ടെ പുതിയ ബി ജെ പി നേതൃത്വത്തിലുള്ള ആളുകളുടെ ആസ്തി പരിശോധിക്കണം, സ്ഥാനാർത്ഥിയുടേത് മാത്രമായി അത് പരിമിതപ്പെടുത്തണമെന്ന അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് ഞാൻ കരുതുന്നില്ല. ഈ കേരളത്തിനകത്ത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെയും ഒക്കെ ഭാഗമായി രൂപപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടുകെട്ട് എങ്ങനെയാണ് ചില സാമ്പത്തികമായിട്ടൊക്കെ തിരഞ്ഞെടുപ്പുകളെ നേരിടുന്നത് എന്നും ആ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി അവർ കൈവരിക്കുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ ഇതിനോടകം കേരളത്തിൽ നിരവധി തവണ ചർച്ച നടന്നിട്ടുള്ളതാണ്. അപ്പോൾ സ്ഥാനാർത്ഥിയാകുന്നതും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതുമെല്ലാം ഇത്തരം ചില താല്പര്യങ്ങൾക്കാണ് എന്ന് ബി ജെ പിയുടെ നേതാക്കൾക്കെതിരായി ബി ജെ പിയുടെ തന്നെ ദേശീയ നിർവാഹക സമിതി അംഗം, അദ്ദേഹം ഒരു ചെറിയ ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്ന ആളല്ല, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെയെല്ലാം ബി ജെ പി നേതൃത്വവും കേരളത്തിലെ സമൂഹവും കുറെ കൂടി ഗൗരവത്തിൽ കേരളത്തിൻ്റെ സമൂഹം അത് ചർച്ച ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ പാലക്കാട്ടൊരു പ്രത്യേകത, പാലക്കാട് ബി ജെ പിക്ക് നഗരസഭ, കേരളത്തിൽ ആദ്യമായി ഒരു നഗരസഭയിൽ ഭരണമുണ്ടാക്കാൻ കഴിഞ്ഞതാണ് പാലക്കാട്. മാത്രമല്ല പാലക്കാടിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ ഹാഷ്മിയും ഇവിടെ വന്നിട്ടുള്ളപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിൽ ഒരുപക്ഷെ ഇത്രയധികം ബി ജെ പിക്ക് ആധിപത്യമുള്ള ചില പ്രദേശങ്ങൾ, നഗരത്തിലാകെയല്ല ഞാൻ പറയുന്നത്, ചില പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് വടക്കന്തറ, മൂത്താന്തറ, കറുകൂടി ചിറങ്ങിയിട്ടുള്ള ചില പ്രദേശങ്ങളിലൊക്കെ ബി ജെ പിക്കുള്ളൊരു ആധിപത്യമുണ്ട്. അതൊരു സംഘപരിവാറിൻ്റെ ആധിപത്യമാണ്. അപ്പോൾ ആ കേന്ദ്രങ്ങളെല്ലാം ബി ജെ പിക്ക് അങ്ങനെ വോട്ട് കുറഞ്ഞിട്ട് ഒന്നുമില്ല എന്നുള്ളത് ശ്രീ ജിൻഡോ ജോണും ഒക്കെ അത് പരിശോധിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ബി ജെ പിക്കുള്ള വോട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു. ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഉണ്ടാക്കിയത് മെട്രോമാൻ ഇ ശ്രീധരനെ പോലെയുള്ള നാട് മുഴുവൻ അംഗീകരിക്കുന്ന ഒരു ടെക്നോക്രാറ്റിനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരിക വഴി അവർക്ക് മത്സരത്തിൽ കുറെ കൂടി ഒരു നല്ല പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി പറ്റി, ജയിക്കുമെന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റി. അതൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ 2024 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, 2016 എന്തായിരുന്നോ വോട്ടിംഗ് നില, ഏതാണ്ട് അതിന് സമാനമായ നിലയിലാണ് പാലക്കാട്ട് ഈ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നില വന്നിട്ടുള്ളത്. ശ്രീ ഷാഫി പറമ്പിൽ രണ്ടാമത് മത്സരിക്കുമ്പോൾ 2011 അദ്ദേഹം ജയിച്ച് 2016 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കിട്ടിയ വോട്ടാണ് ഈ 57,000 സംതിങ് പ്ലസ് എന്ന് പറയുന്ന വോട്ട്. ആ വോട്ടാണ് ഇപ്പോൾ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനും പാലക്കാട് മണ്ഡലത്തിൽ ലഭിച്ചിട്ടുള്ളത്. അന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീമതി ശോഭാ സുരേന്ദ്രനായിരുന്നു. അവർക്ക് ഏതാണ്ട് 40,000 വോട്ടുകളാണ് കിട്ടിയത്. ആ 40,000 വോട്ടിനടുത്ത് ഇപ്പോഴും ബി ജെ പി 39,000 വോട്ടിൽ ബി ജെ പി നിൽക്കുന്നു. സി പി എമ്മിനാണെങ്കിൽ അന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു ഞങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാവ്, ദീർഘകാലം എം പി ഒക്കെ ആയിരുന്നു ശ്രീ എൻ എൻ കൃഷ്ണദാസാണ് അന്ന് മത്സരിച്ചിരുന്നത്. ആ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് അന്ന് കിട്ടിയത് ഈ പറയുന്നത് 38,000 39,000 വോട്ടാണ് ഞങ്ങൾ കിട്ടിയ ആ വോട്ട്. കഴിഞ്ഞ ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രതീക്ഷ വയ്ക്കുന്നത് ആ കണക്കുകളൊക്കെ നിങ്ങൾ പറയുകയാണ്, ആ കണക്ക് പറയണം. അതിനിടയിൽ പ്രതിപക്ഷത പറയുകയാണ് 15,000 വോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, ഈ 15,000 പുതിയ വോട്ട് ഉണ്ടായിട്ടുണ്ട്, അതിൽ സി പി എമ്മിന്റെ ഒരു പങ്കുമില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കാം, പറയൂ. ഒരു മിനിറ്റ് പറഞ്ഞ്, അല്ല ഹാഷ്മി, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം.
അപ്പോൾ അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വോട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പാലക്കാട്ടെ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള ഒരു അപകടകരമായ സൂചന, കോൺഗ്രസ് നേടിയിട്ടുള്ള വിജയത്തെ ഞാൻ വില കുറച്ച് കാണുന്നില്ല, ആ വിജയത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ വിജയത്തിൽ SDPI പോലെയുള്ള കേരളത്തിലെ തീവ്ര അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട ചില സംഘടനകളുടെ രാഷ്ട്രീയ മുഖമായി നിൽക്കുന്ന വളരെ തീവ്രവാദ സ്വഭാവമുള്ള മതമൗലികവാദികളുടെ സഹായവും വോട്ടുമുണ്ട്. അത് ഇതുവരെയും തള്ളി പറയാൻ കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറായിട്ടില്ല. അവരുടെ ആദ്യ പ്രകടനം കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ജയം ഉറപ്പായപ്പോ വോട്ടിനേക്കാൾ പ്രധാനം, ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ഹാഷ്മിയൊക്കെ ഇത് കണ്ടുണ്ടാവും, നടത്തിയിട്ടുള്ള ഒരു പ്രചരണമുണ്ട്. 1000 വോട്ടുണ്ടാവുമോ? അല്ല, എത്ര ആയിക്കോട്ടെ, ചിലപ്പോൾ 1000 ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ അല്ല ഞാൻ പറഞ്ഞത് അല്ല, ഞാൻ ചോദിക്കാൻ കാരണം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്, 500 ചില്ലുവാനം വോട്ടാ മേടിച്ചേ, 500 ചില്ലുവാനം വോട്ടാ മേടിച്ചേ. ഇല്ലാത്ത ഒരു സംഗതി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു വലുതാക്കണോ? അല്ല, വോട്ടിന്റെ എണ്ണം നോക്കിയാൽ അല്ല ഒന്ന് കാശ്മി, ഞാൻ അതാ പറഞ്ഞത്, SDPI ഈ തിരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഞാൻ പറയുന്നത്. പാലക്കാട്ടെ പ്രധാനപ്പെട്ട എല്ലാ മസ്ജിദുകളും പള്ളികളും കേന്ദ്രീകരിച്ച് വെള്ളിയാഴ്ച ജുമാ നമസ്കാരം SDPI പോലൊരു സംഘടന പറഞ്ഞാൽ വോട്ട് ചെയ്യുന്നവരാണോ പാലക്കാട്ടെ മുസ്ലിങ്ങൾ? വിതരണം ചെയ്യുന്ന SDPI പോലൊരു സംഘടന പറഞ്ഞാൽ വോട്ട് ചെയ്യുന്നവരാണോ പാലക്കാട്ടെ മുസ്ലിങ്ങൾ, കേരളത്തിലെ മുസ്ലിങ്ങൾ? നിങ്ങൾ മുസ്ലിങ്ങളെ അങ്ങനെ വില കുറച്ച് കാണല്ലേ നിതിൻ? SDPI പോലൊരു സംഘടന പറയുകയാണ് ഇന്നാൾ വോട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി അവർക്ക് വോട്ട് ചെയ്യുമോ? ഹാഷ്മി, എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞത്, അങ്ങനെ നടത്തുന്ന സംഘത്തിനൊപ്പം പാലക്കാട്ടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പോകാൻ പാടുമോ? അതാണ് എന്റെ ചോദ്യം. ആയിക്കോട്ടെ, കൂടുതലായിക്കോട്ടെ, അങ്ങനെയുള്ള നോട്ടീസ് വിതരണം ചെയ്യുന്ന ഒരു സംഘത്തിനൊപ്പം രാഹുൽ മാങ്കൂട്ടം നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. കോൺഗ്രസിന് ഇതുവരെ തള്ളി പറയാൻ കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറായിട്ടില്ല. കോൺഗ്രസ് തയ്യാറാകാൻ പാടുണ്ടോ? അല്ല ശരി, നിങ്ങളും എന്താണ് നിങ്ങൾ കണക്ക് നോക്കിയിട്ടുണ്ടാവുമല്ലോ. ഇവിടെ BJP അവിടെ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നേരത്തെ ജിൻഡോ പറയുന്ന വക്കഫാണ്. വക്കഫും ഈ പറയുന്ന ഭൂമിയും എന്താണ് അവിടെ നൂറണിയിലും കൽപ്പാത്തിയിലും വക്കഫ് ഭൂമി ഉണ്ടെന്ന് കെ സുരേന്ദ്രൻ പച്ചക്കള്ളം പറഞ്ഞു. ഒന്നും ഉണ്ടായില്ല. ഇന്ന് ആ വിഷയം പറയുമ്പോഴേക്കും നൈസായിട്ട് ഈ കൽപ്പാത്തി നൂറണി മിണ്ടിയിട്ടില്ല കെ സുരേന്ദ്രൻ. അവിടെ ഈ പറഞ്ഞ ചക്കാന്തര മേഖലയിൽ എത്രയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം? 3500 വോട്ടാണ് ചക്കാന്തര മേഖലയിൽ ലീഡ്. ഇനി ഈ പറയുന്ന ഏറ്റവും ഒടുവിൽ ദിവസവും സന്ദീപാരുടെ പത്രപരസ്യം ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റ് ആവും എന്നൊക്കെ പറഞ്ഞ പിരായിരിയിൽ എത്രയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ്? 7400 വോട്ടാണ് ലീഡ്. കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ ആയതുകൊണ്ട് പിരാരിയിൽ വലിയ വോട്ട് നേടിയെന്നൊരു കമ്മ്യൂണൽ നറേറ്റീവ് അന്നേ ഉണ്ടായതാണ്. ഇക്കുറി ആ നറേറ്റീവ് വിലപ്പോവില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ 7400 വോട്ടാണ് ലീഡ്. ഷാഫി പറമ്പിൽ 2021 20 വോട്ടും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ VK ശ്രീകണ്ഠൻ 36 വോട്ടും കിട്ടിയ BJPയുടെ കൊടുങ്കോട്ടയിൽ ഒരു ബൂത്ത് എന്താണ് അവിടെ പാലക്കാട് വെസ്റ്റിലെ ഒരു ബൂത്തിൽ രാഹുലിന് കിട്ടിയ വോട്ട് എത്രയാണ്? 118 വോട്ട്. നമ്മളൊരു സമുദായത്തിൻ്റെ മേഖല തിരിച്ച് പറയുന്നത് തെറ്റാണെങ്കിലും ഇത് ആവർത്തിച്ച് പറയാണ്, ഈ സമുദായ ഭേദമെന്നേ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് പോയിട്ടുണ്ടെന്ന് നിതിൻ കണിച്ചേരി. അതാണ് ഈ പറയുന്ന വലിയ ഭൂരിപക്ഷം. അതിനെ നാണം കെട്ട ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു പരാജയം പോലും സമ്മതിക്കാൻ കഴിയാതെ നിൽപ്പല്ലേ നിങ്ങൾ? അല്ല ഹാഷ്മി, ഞാനത് തുടക്കത്തിലേ പറഞ്ഞു. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ലാത്ത ഘട്ടത്തിലാണല്ലോ 57,000 വോട്ട് ഷാഫി പറമ്പിൽ. ഞാൻ അതുകൊണ്ടല്ലേ അത് പ്രത്യേകം ഊന്നി പറഞ്ഞത്. 2016 നിങ്ങൾ ഈ പറഞ്ഞ നരേറ്റീവ് ഒന്നുമില്ലാത്ത ഘട്ടത്തിലാണല്ലോ 57,000 വോട്ട് ഷാഫി പറമ്പിലിന് കിട്ടിയത്. എങ്ങനെ കിട്ടിയതാ? അപ്പോൾ UDFന് വളർച്ച മേൽക്കയുള്ള കേരളത്തിലെ UDFന്റെ ഏറ്റവും സുപ്രധാനമായ മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്ട് മണ്ഡലം. പിന്നെ ഇതെല്ലാം ഇവർ രാഷ്ട്രീയ ആരോപണമായി ഉന്നയിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പൊ സുപ്രഭാതത്തിലും സിറാജിലും പത്രപരസ്യം കൊടുത്തതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഇപ്പൊ ജിൻഡോ ജോണും ഇവിടെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ സിറാജിന്റെയും സുപ്രഭാതത്തിന്റെയും പത്ര നടത്തിപ്പിന്റെ മാനേജ്മെന്റിനെ തള്ളി പറയാൻ ഇവിടെ തയ്യാറുണ്ടോ? അവരൊരു വർഗീയമായി പത്രം നടത്തുന്നവരാണ്, അല്ലെങ്കിൽ ചില പ്രത്യേക വിഭാഗക്കാർക്കിടയിൽ വർഗീയം എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശ്രീ നിതിൻ കണിച്ചേരി, ഞാൻ പറഞ്ഞ കണക്കുകൾ, ഞാൻ പറയുന്ന ഈ കണക്കുകൾ ഞാൻ ബൂത്ത് ലെവലിലെ കണക്കെടുത്ത് വിശദീകരിച്ചുണ്ടാക്കിയ കണക്കാണ്. ഈ കണക്ക് ഞാൻ ഹോംവർക്ക് ചെയ്തുണ്ടാക്കിയ കണക്കാണ്. നിതിൻ, നിങ്ങൾ ഏത് സമുദായത്തിന് ഞാൻ ഈ പറയുന്ന കണക്ക് ഞാൻ ഈ പറഞ്ഞ നറേറ്റീവ് തെറ്റാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു വിജയത്തെ വർഗീയ വിജയമാക്കി ചിത്രീകരിക്കാൻ ആവർത്തിച്ച് ശ്രമിക്കുമ്പോൾ പാലക്കാടിൻ്റെ ടെറൈനിൽ ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ സാമുദായിക മേഖലകളിൽ ഉണ്ടോ ആ എല്ലാ സാമുദായിക മേഖലകളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡാണ് നിതിൻ കണിച്ചേരി. ഇപ്പോൾ 70% മുകളിൽ എന്താണ് ഹൈന്ദവ സഹോദരന്മാരുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ SDPI വിചാരിച്ചാൽ അങ്ങ് ജയിപ്പിക്കാൻ പറ്റിയൊരു സ്ഥാനാർത്ഥിയെ. എന്ത് ലോജിക്കാണത്?
മാത്രമല്ല 500 വോട്ടുള്ള അല്ല, എസ് ഞാൻ ഡി പറഞ്ഞല്ലോ, പി നിങ്ങൾ എന്തിനാണ് ഇത്രയേ പെരുപ്പിച്ചു ഉള്ളൂ കാണിക്കുന്നത്? ഞാൻ എന്തിനാണ്? പറഞ്ഞത് അല്ല, നോക്കൂ അല്ല ഹാഷ്മി, അതാണ് ഞാൻ പറഞ്ഞത്. 57,000 വോട്ട് കോൺഗ്രസിനുണ്ടായിരുന്ന ഒരു മണ്ഡലത്തിൽ ഇത്രയും ഉറപ്പ് കോൺഗ്രസിനും ജിൻഡോ ജോണിനും കോൺഗ്രസിന്റെ നേതൃത്വത്തിനും ഉണ്ടായിരുന്നുവെങ്കിൽ എത്രയോ തവണ ഈ തിരഞ്ഞെടുപ്പിൽ ചോദ്യങ്ങൾ ഉയർന്നു. SDPIയുമായി കോൺഗ്രസ് സഹകരിക്കുമോ, ആ വോട്ട് വേണ്ട എന്ന് പറയാൻ തയ്യാറുണ്ടോ? അതിന് ഇതുവരെയും ഒരു ശരിയായ പ്രതികരണം കോൺഗ്രസ് നടത്തിയില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, അപകടകരമായ ഒരു സൂചന ശരി അല്ല നിതിൻ, 1000-ൽ താഴെയുള്ള SDPI വോട്ട് അത്രയും രാഹുലിന് പോയെന്ന് വെക്ക്. കോൺഗ്രസിന് തയ്യാറായില്ല. ഈ പറഞ്ഞ 1000-ൽ താഴെയുള്ള SDPI വോട്ട് അത്രയും രാഹുലിന് പോയെന്ന് വെക്ക്. ജമാഅത്ത് ഇസ്ലാമിക്ക് എത്ര വോട്ടുണ്ടാവും? 10,500 വോട്ടുണ്ടാവും പാലക്കാട്. അല്ല, അതിൽ കൂടുതൽ വോട്ടുണ്ടാവോ? അത്രയും വോട്ട് രാഹുലിന് പോയെന്ന് വെക്ക്. എന്നാലും പറയാവോ ഈ നാണം കെട്ട ഭൂരിപക്ഷം എന്ന് പറയാൻ പാടുണ്ടോ? എം വി ഗോവിന്ദൻ, നിങ്ങൾ തന്നെ ചെറുതാവലല്ലേ നിതിൻ കാണിച്ചേരി. ഒരു വിജയത്തെ ഹൃദയം എന്ന് പറഞ്ഞ് അംഗീകരിക്കാൻ കഴിയാത്തവരായി ഞങ്ങൾ ചുരുങ്ങില്ലേ? ഒരേ ഒരു മിനിറ്റ് ഹാഷ്മി, എന്താ ഹാഷ്മി, അല്ല, ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ പറയുന്ന അത്രയും കോൺഫിഡന്റ് കോൺഗ്രസിനുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് സമയം, ഞാൻ പറയും ഇതൊരു രാഷ്ട്രീയ നിലപാടിന്റെ കൂടി പ്രശ്നമല്ലേ? SDPIയെ കൂടെ കൂട്ടും, അല്ലെങ്കിൽ അവരുടെ വോട്ട് വേണോ വേണ്ടയോ എന്ന് ചോദ്യം വരുമ്പോൾ ആ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസിന് പറ്റുന്നില്ല. അതാണ് എന്റെ ആക്ഷേപം. എത്ര വോട്ട് എന്നുള്ളതിന്റെ എണ്ണത്തിലെ കണക്കല്ല, ഈ ശക്തികളുമായി കൂട്ടുചേരുന്ന നിലപാട് കോൺഗ്രസ് എടുക്കുന്നു എന്നുള്ളതാണ്. ഇത്ര വലിയ ഭൂരിപക്ഷം നേടിയത് SDPIയുടെ ജമാഅത്തിന്റെ വോട്ട് വാങ്ങിയെന്ന് ആവർത്തിച്ച് വന്ന എം വി ഗോവിന്ദനും മുഖ്യമന്ത്രിയും ഒക്കെ പറയുന്നത് കണക്കിന്റെ ലോജിക്ക് വേണ്ടേ? സാറേ, ജമാഅത്ത് ഇസ്ലാമിക്ക് എവിടെയാണ് കേരളത്തിലുള്ള? എവിടെയാ കേരളത്തിൽ ആകെ അവർക്ക് 3000 അംഗങ്ങളാ ഉള്ളേ. SDPI ഒക്കെ എവിടെയാ ഉള്ളേ? SDPI പറഞ്ഞ ഏത് മുസ്ലിങ്ങളാ കേൾക്കുന്നേ? എന്തോ ഈ പറയുന്നത്? എത്ര അംഗങ്ങളായിക്കോട്ടെ, SDPI നറേറ്റീവ് ഉണ്ടാക്കണം. കേരളത്തിലെ മുസ്ലിങ്ങളെ വിശ്വസിക്കോ? എന്തായി പറയുന്നേ? നിങ്ങൾ രാഷ്ട്രീയ ശരികേട് പറയല്ലേ? അല്ല, അത് ജിൻഡോയോട് ചോദിക്കാം. അത് ജിൻഡോയോട് ചോദിക്കാം. എന്തുകൊണ്ട് കോൺഗ്രസ് അത് ഉറപ്പായി ജിൻഡോയോട് ചോദിക്കാം. പക്ഷെ നിതിൻ അതല്ലെന്നേ പ്രശ്നമതല്ല. SDPI ഒരു പ്രൊപ്പഗണ്ട പ്രചാരണം നടത്തിയാൽ അതിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ പോയി മൂക്കും കുത്തി വീഴും എന്ന് നിങ്ങൾ നടത്തുന്ന പ്രചരണം വലിയ അപകടമാണ്. എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. SDPI പറഞ്ഞ ആര് വോട്ട് ചെയ്യാനാണ്? ഞങ്ങൾക്കില്ല. RSS പറഞ്ഞ എത്ര ഹിന്ദുക്കൾ ഇതിനായിട്ട് വോട്ട് ചെയ്യും? ഈ നാട് വേറൊരു നാടാണ് നിതിൻ. ഈ നാട് വേറൊരു നാടാണ്. അതെ ഹാഷ്മി ആണ്. അത് അറിയുന്നതുകൊണ്ടാണല്ലോ ഹാഷ്മി, ഞങ്ങൾ അത് അറിയുന്നത് കൊണ്ടാണല്ലോ. RSS പറഞ്ഞാൽ കേൾക്കുന്നവരല്ല കേരളത്തിലെ ഹിന്ദുക്കൾ, അല്ലെങ്കിൽ ഏതെങ്കിലും മതവിശ്വാസികൾ. SDPIയോ ജമാഅത്തെ ഇസ്ലാമിയോ പറഞ്ഞാൽ കേൾക്കുന്നവരാണ് മറ്റേതെങ്കിലും സമൂഹം, അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളി കമ്മിറ്റി പറഞ്ഞാൽ കേൾക്കുന്നവരാണ് ക്രിസ്തീയ സമൂഹം എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. പക്ഷേ കോൺഗ്രസ് എന്ത് കരുതുന്നു? കോൺഗ്രസ് അത്തരം ആളുകളെ, വർഗീയമായി ചേരിതിരിവിന് ശ്രമം നടത്തുന്ന ആളുകളെ കൂട്ടുപിടിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നു. അത് എത്രയോ ചെറിയ വോട്ടായിക്കോട്ടെ, 1,000 500 വോട്ടായിക്കോട്ടെ, 1000 വോട്ടായിക്കോട്ടെ, കോൺഗ്രസ് ആ നിലപാട് സ്വീകരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പക്ഷേ ജമാഅത്ത് ഇസ്ലാം പറയുന്നുണ്ട്. മുഖ്യമന്ത്രി ജമാഅത്ത് ഇസ്ലാമിനെ പറ്റി പറയുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയും CPIയുമുള്ള പൂർവ്വകാല വോട്ട് വാങ്ങലിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്. അപ്പോൾ ഞാൻ